അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇപ്പം നടക്കുന്ന കളിയിൽ CSK വേഴ്സസ് RCB ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പം പൃഥ്വിരാജിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി അങ്ങനെ ഒരു ക്യാപ്റ്റൻ അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ലാത്ത രീതിയിലാണ് പുള്ളി ഓരോ ബൗളിംഗ് ചേഞ്ചും ഓരോ ഫീൽഡ് സെറ്റപ്പും ചെയ്യുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു റണ്ണ് കൺട്രോളായെന്ന് അല്ലെങ്കിൽ ഒരു വിക്കറ്റ് വന്നൊരു സിറ്റുവേഷനിലാണ് പുള്ളി 16th ഓവറിൽ 100 അഹമ്മദിനെ കൊണ്ടുപോയി ബോൾ കൊടുക്കുന്നത്. ഒന്ന് പറ്റീദാർ ക്രീസിൽ നിൽക്കുന്നു, ഇങ്ങേ സൈഡിൽ ടിം ഡേവിഡ്, രണ്ടുപേരും സ്പിന്നിനെ നന്നായിട്ട് കളിക്കുന്ന ബാറ്റ്സ്മാൻമാർ, അതും ചിന്നസ്വാമി പോലുള്ള ചെറിയ ബൗണ്ടറി ബോളുള്ളൊരു ഗ്രൗണ്ടിൽ. അപ്പം അതുപോലൊരു ഡെത്ത് ഓവറിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ 16ാമത്തെ ഓവറിൽ സ്പിന്നറിന് ബോൾ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് ഇത്രയും മണ്ടത്തരമായിട്ടുള്ളൊരു ഡിസിഷൻ ഇല്ല. അതുപോലെ തന്നെ പുള്ളിയുടെ ഫീൽഡ് പ്ലേസ്മെൻറ്റ് ഒട്ടും അഗ്രസീവായിട്ടുള്ളൊരു ഫീൽഡ് പ്ലേസ്മെൻ്റ് അല്ല പുള്ളി ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, എന്നിട്ടും പുള്ളിയെ വീണ്ടും വീണ്ടും എങ്ങനെയാണ് ചെന്നൈ ബാക്ക് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈയുടെ ബോളിംഗ് തീർത്തും പരാജയമാണ്. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് കുറച്ച് ഇൻറ്റൻ്റെങ്കിലും ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല മുന്നോട്ടുള്ള കളിയിൽ. ഇനിയിപ്പം 250 എങ്ങനെ ചെന്നൈ ചേസ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഒരു ഋതുരാജിനൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് മിക്കവാറും ഇതൊരു വൺ സൈഡ് ഗെയിമായിട്ട് മാറുന്ന ചാൻസ് കാണുന്നുണ്ട്. 120 തന്നെയൊക്കെ എടുത്തെങ്കിൽ ഭാഗ്യം. പവർ പ്ലേ തന്നെ 2-3 വിക്കറ്റ് പോയെങ്കിൽ തീർന്നു. CSK തന്നെ ഏറ്റവും ലോവസ്റ്റ് ടോട്ടലൊക്കെ നമുക്ക് ചിലപ്പം കണ്ടുവരും. എന്തായാലും നമുക്ക് ബാറ്റിംഗ് കാണാം, കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. താങ്ക് യു.